Good morning. Okay. Children എടുക്കട്ടെ ട്ടോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെയായിട്ട് പറഞ്ഞത് സെക്യൂരിറ്റി വരെയല്ലേ പറഞ്ഞു നിർത്തിയത്. ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്, ഹോസ്പിറ്റലിന് എങ്ങനെ നഷ്ടം സംഭവിക്കാം, ഏതെല്ലാം രീതികളിലൂടെ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം, അല്ലെ? എംഫസൽമെന്റ് ഓർ ടെമ്പറേച്ചർ, kickbacks and pollution, equipment theft, personal property theft, payroll fraud and theft that include the fraud in purchasing, punching the time clock, then next cash theft, then fraud in registers, records and billing, computer fraud. അത്രയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തീർത്തത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഫിസിക്കൽ സെക്യൂരിറ്റി, ഒരു ശാരീരികമായിട്ടുള്ള സുരക്ഷിതത്വം, മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി, ശാരീരികമായിട്ടുള്ള ഒരു സുരക്ഷ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നോക്കിയേ. പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ എഗൻസ്റ്റ് ഇൻട്രൂഷൻ. ഇൻട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കടക്കുക അല്ലെങ്കിൽ നുഴഞ്ഞു കയറുക. പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. എന്തിൽ നിന്നും? എഗൻസ്റ്റ്, എന്തിനെതിരായിട്ട്? ഇൻട്രക്ഷൻ ഫ്രം ഔട്ട്സൈഡ്, പുറമേ നിന്നുള്ള അതിക്രമിച്ച് കയറുന്നത് അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റത്തിൽ നിന്നും ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് ലീഗൽ മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ, ആൻഡ് ലീഗൽ മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ, അതായത് നമ്മൾ അകത്തു നിന്നുള്ള അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്നും ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. എന്തൊക്കെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് അതിനകത്ത്? എന്തൊക്കെയാണ്? പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ എഗൻസ്റ്റ് ഇൻട്രക്ഷൻ. ഇൻട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറ്റുക, പുറമേ നിന്ന് ഹോസ്പിറ്റലിലേക്ക് അതിക്രമിച്ച് കടക്കുന്നത്, അതിനെതിരെ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ അതുപോലെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ അകത്തു നിന്നുള്ള അനധികൃതമായിട്ടുള്ള ചരക്ക് നീക്കത്തിൽ നിന്ന് ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് നോക്കിയ കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ് ആൻഡ് വെൻഡേഴ്സ്. ഹ്യൂമൻ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുക, ഡ്രൈവേഴ്സിനെ കൺട്രോൾ ചെയ്യുക, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര്, ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുക. അതെല്ലാം ഫിസിക്കൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ. ഈ പറയുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കാം. ഇപ്പൊ എല്ലാവരും ഒരേ ഡോറിൽ കൂടെ തന്നെ കയറുന്നതിന് പകരം എന്താ, സ്റ്റാഫിന് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി റെസ്ട്രിക്ഷൻ ഉണ്ട്, അല്ലെ? എല്ലാവരും ഒരു രീതിയിൽ കൂടെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഇടിച്ചു കയറുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അവിടെ നോക്കി ആർക്കൊക്കെ പറഞ്ഞേക്കുന്നത്? സെപ്പറേറ്റ് ദ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കാം. പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്. പേഷ്യൻസിന്, വിസിറ്റേഴ്സിന്, വെൻഡേഴ്സിന് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കാം. സെയിൽസ് പേഴ്സൺ, അടുത്തത് ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്. ഇവർക്കൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കാം. എന്താണ്? സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് സ്റ്റാഫ്, പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, സെയിൽസ് പേഴ്സൺ, ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്. നെക്സ്റ്റ് നോക്കിയേ, ഇത് അതിന്റെ കീഴിൽ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടെന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക അത് കേട്ടോ. Okay, identify, scrutinize and guide the non-patient and non-visitor traffic.
such as vendors at the control gate. Control ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ പോലെ നോൺ പേഷ്യന്റ് നോൺ വിസിറ്റർ ട്രാഫിക് ഐഡന്റിഫൈ ചെയ്യുക, സ്ക്രൂട്ടിനൈസ് ചെയ്യുക. സ്ക്രൂട്ടിനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സൂക്ഷ്മമായി പരിശോധിക്കുക. ആൻഡ് ഗൈഡ്, അതിനൊരു മേൽനോട്ടം വഹിക്കുക. നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക്, പേഷ്യൻസ് അല്ലാത്ത വിസിറ്റേഴ്സ് അല്ലാത്ത അങ്ങനെയുള്ള ട്രാഫിക് അതിനെ ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക, സ്ക്രൂട്ടിനൈസ് ചെയ്യുക, അതുപോലെ ഗൈഡ് ചെയ്യുക. വെൻഡേഴ്സ് ആൻഡ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ എന്തെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനെ സംബന്ധിച്ച് അങ്ങനെ അങ്ങോട്ടേക്കുള്ള ഒരു പ്രവേശനത്തെ നിയന്ത്രിക്കുന്ന ഒരു വസ്തുക്കളിലോ അല്ലെങ്കിൽ അതിന്റെ എൻട്രൻസ് പോയിന്റ്സിലൊക്കെ വെക്കുന്ന ഒരു ഭൗതിക തടസ്സങ്ങളാണ് എന്താണ് വെൻഡേഴ്സ് ആൻഡ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്, അസസ് കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇലക്ട്രോണിക് റീഡറുകളാകാം, അല്ലെങ്കിൽ ബയോമെട്രിക് സ്കാനേഴ്സ് ആവാം. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ വലിയ ഇതിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഡോറിൽ എന്തെങ്കിലും നമ്മൾ അധികൃതമായിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ അപ്പത്തേക്ക് സൗണ്ട് കേൾക്കുന്നൊക്കെ അല്ലെ, ബയോമെട്രിക് സ്കാനറുകള്, സോഫ്റ്റ്വെയർ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് അസസ് നിയന്ത്രിക്കാനും അവിടെ എൻട്രി എക്സിറ്റ് അതിനെ റെക്കോർഡ് ചെയ്യാനും അവിടെ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞത്? നോൺ പേഷ്യന്റ് നോൺ വിസിറ്റേഴ്സ് ട്രാഫിക് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക, സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക. ഇതെല്ലാം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അടുത്തതാണ് പ്രോഹിബിറ്റ്. പ്രോഹിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തടയുക. പെഡസ്ട്രിയൻ ട്രാഫിക് ത്രൂ അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ് ആൻഡ് ട്രക്ക് ഗേറ്റ്സ് അപ്പൊ തുടങ്ങിയ ഇതിലൂടെയുള്ള പെഡസ്ട്രിയൻ ട്രാഫിക് പ്രോഹിബിറ്റ് ചെയ്യുക, നിയന്ത്രിക്കാതെ തടയുക. നമ്മളിപ്പോ ആവശ്യമില്ലാത്ത ഇതിലേക്കൂടെ സാധാരണ പെഡസ്ട്രിയൻ ട്രാഫിക് വേണ്ട. അപ്പൊ ആളുകൾ കൂടുതലാവുമ്പോ അവിടെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇടങ്ങളിലെല്ലാം ഇതിൽ കൂടെ ഒക്കെയുള്ള അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ് ആൻഡ് ട്രക്ക് ഗേറ്റ് തുടങ്ങിയവയിൽ കൂടിയുള്ള കാൽനട ഗതാഗതം പ്രോഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. അടുത്ത നോക്കിയേ, കൺട്രോൾ വെഹിക്കിൾസിലേക്ക് ഡെലിവറി ട്രക്സ് എക്സെട്ര ആൻഡ് ചെക്കിംഗ് ഔട്ട് ഗോയിങ് വെഹിക്കിൾസ്. ഡെലിവറി ട്രക്കുകൾ പോലെയുള്ള വാഹനങ്ങളെ കൺട്രോൾ ചെയ്യുക. ആൻഡ് ചെക്ക് ഔട്ട് ഗോയിങ് വെഹിക്കിൾസ്, ഇനി ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഔട്ട് ഗോയിങ് വെഹിക്കിൾസ് അത് ചെക്ക് ചെയ്യുക. ഇതെല്ലാം സെക്യൂരിറ്റി, ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് സാധനങ്ങളൊക്കെ മോഷണം പോകുന്നതൊക്കെ തടയാനും അതിന്റെയൊക്കെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഡെലിവറി ട്രക്സ് പോലുള്ള വാഹനങ്ങളെ കൺട്രോൾ ചെയ്യുക, പിന്നെ ഔട്ട് ഗോയിങ് വെഹിക്കിൾസ് അതിനെ ചെക്ക് ചെയ്യുക. അടുത്ത നോക്കിയേ, ഇലക്ട്രോണിക് സർവൈലൻസ് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ CCTV. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളില് സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രപ്രധാനമായിട്ടുള്ള സെൻസിറ്റീവ് ഏരിയകളില് എന്ത് വെക്കണം? CCTV വെക്കാറില്ലേ? അല്ലെ, എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട് CCTV. എന്തിനാ? നമുക്കതൊന്ന് നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ മോഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് CCTVയിലൂടെ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ സെന്റൻസ്. ഇലക്ട്രോണിക് സർവൈലൻസ് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ ഡാഷ്. ഇവിടെ എന്ത് വെക്കാനാ പറഞ്ഞേക്കുന്നത്? CCTV. അടുത്ത നോക്കിയേ, ഇൻസ്റ്റോൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാറം സിസ്റ്റം. ഇനി എല്ലാത്തിനും എന്താണ്? ലോക്കിംഗ് ഡിവൈസുകള്, എന്തെങ്കിലും അലാറം സിസ്റ്റം ഇതൊക്കെ ഇൻസ്റ്റോൾ ചെയ്യുക. ഇപ്പൊ എന്തെങ്കിലും നമ്മളെ എടുക്കാൻ പാടില്ലാത്ത അല്ലെ അങ്ങനെയുള്ളതൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കേണ്ടത്, അതിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ അലാറം കേൾക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ പറയാ, അവിടെ നിന്നതൊക്കെ മോഷണം പോകുന്നതോ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അലാറം സിസ്റ്റം അതുപോലെ ലോക്കിംഗ് ഡിവൈസുകൾ ഇൻസ്റ്റോൾ ചെയ്യുക, സ്ഥാപിക്കുക. അടുത്ത ഇഷ്യൂ വിസിറ്റർ പാസസ്. ഇനി വിസിറ്റേഴ്സിന് പാസുകൾ ഇഷ്യൂ ചെയ്യുക, അനുവദിക്കുക. ഇഷ്യൂ വിസിറ്റർ പാസസ്.
ഇനി നെക്സ്റ്റ് പോയിന്റ്, പ്രൊസീജിയർ ഫോർ ആൻഡ് കൺട്രോൾ ഓവർ ദ ഇഷ്യൂ ഓഫ് ദി കീ. കീകളുടെ പ്രശ്നത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനുള്ള പ്രൊസീജിയറുകൾ നടപ്പിലാക്കുക. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എല്ലാവർക്കും ഓരോ ഇതിന്റെയും കീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഓതറൈസേഷൻ നെസസറി ടു ഇഷ്യൂ ദ കീ. കീ ഇഷ്യൂ ചെയ്യാനായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗീകാരം ആവശ്യമുണ്ട്. അതായത് അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രം ഈ കീ ഇഷ്യൂ ചെയ്യുക. അതാണ് അത്, അങ്ങനെയുള്ള പ്രൊസീജിയറുകൾ നടപ്പിലാക്കുക. Procedure for and control over the keys of issues of key. കീകളുടെ പ്രശ്നങ്ങൾ, കീകളുമായിട്ട് സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതിനു വേണ്ട നടപടിക്രമങ്ങളും അതിന്റെ നിയന്ത്രണങ്ങളും നോക്കുക. പിന്നെ ഈ ഓതറൈസേഷൻ, അംഗീകാരം ആവശ്യമാണ്, ഔദ്യോഗികമായ അംഗീകാരം ആവശ്യമാണ് കീകള് ഇഷ്യൂ ചെയ്യുന്നതിന്. എല്ലാവർക്കും ആർക്കും ഒരു എടുത്തു കൊടുക്കാൻ പാടില്ല, അത് റെസ്ട്രിക്റ്റഡ് ആണ്. നെക്സ്റ്റ്, ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ് ഫോർ സ്റ്റാഫ് എഗൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ലോക്കറുകള്, ലോക്കബിൾ ക്യാബിനറ്റ്സ് ഇതൊക്കെ ഫോർ സ്റ്റാഫിന് വേണ്ടി, ഇതിന് സ്റ്റാഫിന് കൊടുക്കാന്ന്. ലോക്കറുകളും ലോക്കബിൾ ക്യാബിനറ്റ്സും സ്റ്റാഫുകൾക്ക് കൊടുക്കുക. എന്തിനെതിരായിട്ട്? എഗൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, മോഷണം പോകാതിരിക്കാൻ, തെഫ്റ്റ് ആവാതിരിക്കുക അല്ലെ, മോഷണമൊക്കെ പോകാതിരിക്കാനായിട്ട് സ്റ്റാഫിനൊക്കെ ലോക്കേഴ്സുകൾ കൊടുക്കുക. അപ്പൊ എല്ലാം ലോക്ക് ചെയ്ത് വെക്കാലോ, ലോക്കബിൾ ക്യാബിനറ്റ്സും കൊടുക്കുക. അടുത്ത നോക്കിയ, പ്രൊവിഷൻ ഓഫ് എ സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾ. പിന്നെ പേഷ്യൻസിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അത് സുരക്ഷിതമായി വെക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. പ്രൊവിഷൻ ഓഫ് എ സേഫ് ഫോർ പേഷ്യൻസ് വാല്യുബിൾ. പേഷ്യൻസിന്റെ വിലപ്പെട്ട വസ്തുക്കള് അതിനു വേണ്ടി അത് സുരക്ഷിതമാക്കി വെക്കാനുള്ള ഒരു പ്രൊവിഷൻ, അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സുരക്ഷിതമായി വെക്കുക. അടുത്ത നോക്കിയേ, സെക്യൂർ ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് എ പാനിക് ബട്ടൺ. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും നോക്കി വെക്കാം. സെക്യൂർ ക്യാബിൻ ഫോർ കാഷ്യർ, കാഷ്യറിന് ഒരു സുരക്ഷിതമായിട്ടുള്ള ക്യാബിൻ കൊടുക്കുക. അത് എന്തുകൂടി വേണം അവിടെ, വെറുതെ ക്യാബിൻ കൊടുക്കാൻ പോരാ, വിത്ത് എ പാനിക് ബട്ടൺ. പാനിക് ബട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ, അപകടം എന്തെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് സൈറൻ, അതിന്റെ അങ്ങനെയുള്ള സ്വിച്ചുകൾ, പാനിക് ബട്ടൺ ഉൾപ്പെടെയുള്ള സെക്യൂർഡ് ക്യാബിൻ ഈ കാഷ്യറിന് പ്രൊവൈഡ് ചെയ്യുക, നൽകുക. മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ്സ് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അല്ലേ, ഇതൊക്കെ വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിന്നിപ്പോ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്നത് ആ സെന്റൻസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇപ്പൊ കൊടുക്കാം, സെക്യൂർ ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് എ ഡാഷ് എന്നുൾപ്പെടെ പാനിക് ബട്ടൺ. പാനിക് ബട്ടൺ എന്ന് പറഞ്ഞാൽ അപകടം എന്തെങ്കിലും വരുവാണെങ്കിൽ സൈറൻ കേൾക്കുക. അപ്പൊ അവരാ കാഷ്യറിന് പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു സ്വിച്ച് ചിലപ്പോ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാം ആ ഒരു അപകടത്തിന്റെ ഒരു സൈറൻ എല്ലാവർക്കും കേൾക്കുന്ന രീതിയിലേ അങ്ങനെയുള്ള സംവിധാനം അങ്ങനെ സുരക്ഷിതമാക്കി വെക്കാം. പാനിക് ബട്ടനോട് കൂടിയുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ക്യാബിൻ കാഷ്യറിന് കൊടുക്കാം. കാഷ്യറിന്റെ കയ്യിലല്ലേ പൈസയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്, അപ്പൊ അവിടെ നിന്ന് മോഷണം പോകുന്നത് തടയാനൊക്കെ ആയിട്ട്. പിന്നെ അടുത്ത് നോക്കിയേ, പ്രൊവൈഡ് റോൾ അപ്പ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽ. റോൾ അപ്പ് ഷട്ടറുകൾ അല്ലെങ്കിൽ ഗ്രില്ലുകൾ പ്രൊവൈഡ് ചെയ്യുക. എവിടെ? അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ് ഫോർ നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ. രാത്രികാല സംരക്ഷണം, അതിനു വേണ്ടിയിട്ട്, രാത്രികാല സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം? റോൾ അപ്പ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽസ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പിന്നെ ഗ്രില്ലൊക്കെ ആണെങ്കിൽ ഇടൂലേ അല്ലെ. പിന്നെ നമ്മൾ ചെന്ന് എന്താന്ന് വെച്ചാൽ സെക്യൂരിറ്റീനെ ഇൻഫോം ചെയ്തിട്ട് വേണം, അവരുടെ പെർമിഷനോട് കൂടി വേണം അകത്തേട്ട് കയറാൻ. ഇപ്പൊ ഡേ ടൈമിൽ കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും കയറാം. നൈറ്റ് ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് എന്ത് ചെയ്യും, അത് സെക്യൂരിറ്റിക്ക് വേണ്ടി തന്നെയാ ഗ്രില്ലുകളോ അല്ലെങ്കിൽ റോൾ അപ്പ് ഷട്ടേഴ്സ് ഒക്കെ ഇടും. ഓക്കെ, പേജ് നമ്പർ എത്രയാ? അതിനിപ്പോ കയറിയുള്ളൂ, ഒന്ന് പറഞ്ഞു കൊടുത്തേ മൂവി. 77. ശ്രീജ. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മള് 3 days ലീവായിരുന്നോ? ഞാൻ ലീവായിരുന്നു കേട്ടോ, ഇന്നലെ ഞാൻ ലീവായിരുന്നു. ഇന്നിപ്പോ നിങ്ങക്ക് ക്ലാസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് രാവിലെ വന്നത് അവിടെ. എന്ത് പറ്റി? അതിനാ അതിലെങ്കിലും ഓക്കെ.
അപ്പോ നമ്മൾ അവിടെ നോട്ട് ചെയ്തത് സെപ്പറേറ്റ് എൻട്രി, അത് സെക്യൂരിറ്റി, ഫിസിക്കൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ് സ്റ്റാഫിന് കൊടുക്കാം. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. ABCD എന്നുള്ളത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഇലക്ട്രോണിക് സർവൈലൻസ് ആ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പ്രോഹിബിറ്റ് പെഡസ്ട്രിയൻ ട്രാഫിക് ത്രൂ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്തു. അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ്, ട്രക്ക് ഗേറ്റ്, അതിൽ കൂടെയുള്ള കാൽനട ഗതാഗതം നിരോധിക്കുക. ഓക്കെ. പിന്നെ അടുത്തത് ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഫോർ ഡാഷ്, ആർക്ക് വേണ്ടിയാ, ആർക്കാണ് കൊടുക്കാൻ പറഞ്ഞേക്കണേ? സ്റ്റാഫിന്. പിന്നെ അടുത്ത് സെക്യൂർഡ് ക്യാബിൻ ഫോർ കാഷ്യർ വിത്ത് പാനിക് ബട്ടൺ. ലാസ്റ്റ് റോൾ അപ്പ് ഷട്ടർ, അതിന്റെ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഏതാ? ഫിസിക്കൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത് നോക്കിയ മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് അല്ലെ. മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയറൽ സെക്യൂരിറ്റി. ഇനി നമ്മൾ നടപടിക്രമ സുരക്ഷ എന്തൊക്കെ പ്രൊസീജിയർ ആണ് എന്നുള്ളത്. പ്രൊസീജിയറൽ സെക്യൂരിറ്റി, ഫിസിക്കൽ സെക്യൂരിറ്റി നമ്മൾ ആദ്യം പറഞ്ഞിട്ട് എന്തൊക്കെയാണ് മെത്തേഡ്? ഇന്റേണൽ കൺട്രോൾ, പ്രൊസീജിയറൽ സെക്യൂരിറ്റി. നോക്കിയേ, എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ടു ഓൾ എംപ്ലോയീസ്. ഒന്നാമത്തെ കാര്യം കേട്ടോ, സെക്യൂരിറ്റിയുടെ ഭാഗം. പ്രൊസീജിയറൽ സെക്യൂരിറ്റിയിൽ എന്താ? നമ്മൾ ഒരു സർവീസ് റൂള് സ്ഥാപിക്കുക. അത് എവിടെയാണെങ്കിലും നമുക്ക് കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം അല്ലെ. നമുക്ക് തോന്നിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള റൂൾസുകള്, സർവീസ് റൂളുകള് സ്ഥാപിക്കുക. ഇനി വെറുതെ കുറച്ച് റൂൾസ് ഉണ്ടാക്കി വെച്ചാൽ മതിയോ? അത് എന്ത് ചെയ്യണം? എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് ടു ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസുമായിട്ട് ആ റൂൾസുകള് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ടു ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. അടുത്ത് നോക്കിയേ, എസ്റ്റാബ്ലിഷ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക. പോളിസികള്, പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. ഫോർ ആർക്ക് വേണ്ടി? ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടിയിട്ട് പോളിസികളും പ്രൊസീജിയറുകളും സ്ഥാപിക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ പോളിസി പ്രൊസീജിയർ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള പോളിസി പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. ഇനി എസ്റ്റാബ്ലിഷ് കമ്മിറ്റി. കമ്മിറ്റികൾ രൂപീകരിക്കുക, സ്ഥാപിക്കുക. എന്തൊക്കെ കമ്മിറ്റിയാണ് സ്ഥാപിക്കേണ്ടത്? നോക്കിയേ, പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികൾ സ്ഥാപിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇനി നെക്സ്റ്റ് നോക്കിയേ, എസ്റ്റാബ്ലിഷ് accountability and control overflow of hospital supplies and materials, particularly the receiving function. Establish accountability and control overflow of hospital supplies. ഹോസ്പിറ്റലിന്റെ സപ്ലൈകള് അത് കൂടുതലാകുന്നത്, ഓവർഫ്ലോ, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, അതിന്റെ എന്താ പറയാ, അതിൻ്റെതായിട്ടുള്ള ഹോസ്പിറ്റലിലെ സപ്ലൈകള്. ഇപ്പൊ നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്താ പറയാ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവാദിത്തം സ്ഥാപിക്കുക. എക്യുപ്മെന്റ്സുകള് ശരിയാ, അതൊക്കെ അതിന്റെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം സ്ഥാപിക്കുക. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം. ആൻഡ് എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം സ്ഥാപിക്കുക. ആൻഡ് കൺട്രോൾ ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈസ്, ഹോസ്പിറ്റലിലെ സപ്ലൈകളുടെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക. ആൻഡ് മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽ, പർട്ടിക്കുലർലി ദ റിസീവിംഗ് ഫംഗ്ഷൻ. പ്രത്യേകിച്ച് ഏതാ? റിസീവിംഗ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സപ്ലൈ മെറ്റീരിയൽസ്, അതിന്റെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക. ഡേറ്റ് പറഞ്ഞേക്കാണ് റിസീവിംഗ് ഫംഗ്ഷൻ. ഇപ്പൊ ഓരോന്നും നമ്മൾ റിസീവ് ചെയ്യുമ്പോഴേ അത് നമ്മൾ കറക്റ്റ് ഓർഡർ കൊടുത്ത, അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. അപ്പൊ റിസീവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അതിന്റെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക. അടുത്തതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ.
ആ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കൺട്രോൾ പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ ഫോർ റിക്വസിഷൻ, പർച്ചേസ്, ഇന്റന്റ് എന്ന് പറഞ്ഞാൽ കരാർ അല്ലെങ്കിൽ ഉടമ്പടി, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ ഒരു നന്നായി രൂപപ്പെടുത്തിയിട്ടുള്ള പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. എന്തിന്? ഫോർ റിക്വസിഷൻ, പർച്ചേസിന്, ഇന്റന്റ്, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, ഇതിനൊക്കെ ഒരു നന്നായി രൂപപ്പെടുത്തിയിട്ടുള്ള പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ. ഇതിനൊക്കെ വേണ്ടി? ഫോർ റിക്വസിഷൻ, പർച്ചേസ്, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് നോക്കിയേ, കണ്ടക്ട് സർപ്രൈസ് ചെക്സ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ് ഇൻവെന്ററീസ്. സർപ്രൈസ് ചെക്സ്, സർപ്രൈസ് ആയിട്ട് എന്താ പറയാ ചെക്കുകൾ, പരിശോധനകൾ കണ്ടക്ട് ചെയ്യുക. ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ്, ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഇൻവെന്ററീസ്, സ്റ്റോക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ചെക്ക് കണ്ടക്ട് ചെയ്യുക. നമ്മൾ ഇന്നിപ്പോ ചെക്കിങ്ങിന് വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെല്ലാം ക്ലിയർ ചെയ്ത് വെക്കും. പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് അങ്ങനെ ചെക്കിങ് കാര്യങ്ങൾ വരുമ്പോഴല്ലേ നമുക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞേക്കുന്നത്, സർപ്രൈസ് ചെക്സ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മള് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളില് പ്രൊസീജിയറൽ സെക്യൂരിറ്റി പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. അതിനകത്ത് പ്രൊസീജിയറൽ സെക്യൂരിറ്റിയിൽ വരുന്ന ഇത് അല്ലെങ്കിൽ ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ വരുന്ന ഏതെന്ന് ചോദിച്ചാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 13ാമത്തെ ചാപ്റ്റർ ആണ്. ഏതാ? 77 പേജ് നമ്പർ ഫസ്റ്റ് ഒന്നുകൂടി പറയാമോ? 77 ആണോ പേജ് നമ്പറില്? ഫസ്റ്റ് ഒന്നാമത്തെ ആണോ? ഓക്കെ. ശരണ്യാണ് ചോദിച്ചേ. അതിനകത്ത് ഐഡന്റിഫൈ, സ്ക്രൂട്ടിനൈസ് ആൻഡ് ഗൈഡ്. 3 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ അതിനെന്താ, നമ്മൾ അതിനെ മനസ്സിലാക്കുക, തിരിച്ചറിയുക. കേറിയതേ ഉള്ളൂ എന്നാ. ഓക്കെ, കുഴപ്പമില്ല. അതായത് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ നമ്മൾ തിരിച്ചറിയുക. സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ സൂക്ഷ്മമായി പരിശോധിക്കുക. ഗൈഡ് ചെയ്യുക, അതിന് വേണ്ട മേൽനോട്ടം കൊടുക്കുക. എന്ത്? നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക്. പേഷ്യൻസ് അല്ലാത്ത നോൺ വിസിറ്റർ ട്രാഫിക്, ഇതിനെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക. എങ്ങനെ? such as vendors at the control gate. കൺട്രോൾ ഗേറ്റിലുള്ള വെൻഡേഴ്സിനെ പോലെ. വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളിലേക്കോ എന്തിലേക്കോ ഉള്ള ഒരു പ്രവേശനം, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആ കൺട്രോൾ ഗേറ്റ്സിൽ പലപ്പോഴും അതിന്റെ പ്രവേശന കവാടങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഭൗതിക തടസ്സങ്ങളാണ്. അങ്ങനെ പറഞ്ഞേക്കുന്നതെന്നുള്ളൂ. അതാണ് വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ആ മെയിൻ ആ ഗേറ്റില് നമുക്ക് എന്താ ബയോമെട്രിക് സ്കാനറുകളോ ഇലക്ട്രോണിക് റീഡറുകളോ അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രി എക്സിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? അതിൽ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്യാനും, അത് അവിടെ കൂടെയുള്ള എന്താ പറയാ ആ നോൺ പേഷ്യന്റ് നോൺ വിസിറ്റഡ് ട്രാഫിക് അതിനെയൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാനും ഒക്കെ പറ്റും. അത് എന്തിനു വേണ്ടിയാ? സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട്. ചുമ്മാ എല്ലാവരെയും എന്താ പറയാ അങ്ങനെ ഫ്രീ ആയിട്ട് കടത്തി വിടാതെ ആ ഗേറ്റുകളില് ഒരു എൻട്രി എക്സിറ്റ് അത് റെക്കോർഡ് ചെയ്യാനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ഭൗതിക തടസ്സങ്ങളാണ് വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 13ാമത്തെ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മള്. അതിനകത്ത് നമുക്ക് നമ്മൾ 3rd മൊഡ്യൂളിലേക്ക് കയറിയപ്പോഴത്തേക്ക് പേജ് നമ്പർ 10 കേട്ടോ. 13ാമത്തെ ചാപ്റ്റർ ഞാൻ ചെറിയ ചാപ്റ്റർ ഒക്കെ എടുത്തതാണ്. വലിയ ചാപ്റ്റർ അധികം വലിയതൊന്നുമില്ല. നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഇത് പഠിക്കുമ്പോൾ എന്തായാലും എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലെ. എന്താ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? എന്താ
ഒറ്റ വാക്കിൽ എന്ത് പറയാം നമുക്ക്? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ? ഹോസ്പിറ്റലിലെ ഓവറോൾ മാനേജ്മെന്റ്, അതാണ് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡോക്ടറിന് ഇപ്പൊ ചെല്ലുന്ന പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യുക അല്ലെ, എന്നിട്ട് അതിന്റെ കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഓരോരുത്തർക്കും അവർക്കിടേതായ ഓരോ ഇതുണ്ട്. പക്ഷെ ഒരു ഹോസ്പിറ്റലിന്റെ ഭരണം എന്ന് പറഞ്ഞ എന്താണ്? ഓവറോൾ മാനേജ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഡോക്ടറിന്, നേഴ്സിന്, മറ്റുള്ള എല്ലാവർക്കും എന്താ ബാങ്കിൽ ഇന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നവരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ എന്ന് പറയുന്നത്. ആ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടാലന്റഡ് ആയിട്ടുള്ള അല്ലെ, നല്ലൊരു ടാസ്ക് ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. എല്ലാ കാര്യങ്ങളുടെയും മാനേജ്മെന്റ്, ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ, ഒറ്റ സെന്റൻസ് നമുക്ക് പറയാട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ദ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ, ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ Administer originated from the Latin verb administere. അങ്ങനെയാണോ നിങ്ങളുടെ ടെക്സ്റ്റില് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനില്? ഓക്കെ, അഡ്മിനിസ്ട്രേറ്റ്, ADMINISTRARE, അങ്ങനെയാണ് കിടക്കുന്ന സ്പെല്ലിംഗ്. ഒന്ന് നോക്കിയേ, ADMINISTRARE, അഡ്മിനിസ്റ്ററെ, STRARE. എന്നാ അതൊന്ന് ശരിയാക്കേ. ADMINISTRARE, ലാറ്റിൻ വേർബ് ആണ് കേട്ടോ. ലാറ്റിൻ വേർബ്. ഇങ്ങനെ ഒന്ന് അതാക്കിയ മതി. ദ വേർഡ് അഡ്മിനിസ്റ്ററെ ഒറിജിനേറ്റഡ് ഫ്രം ലാറ്റിൻ വേർബ് അഡ്മിനിസ്റ്ററെ. ഞാൻ സ്പെല്ലിംഗ് ഒന്നും കൂടി പറയാം. ലാറ്റിൻ വേർബ് വേർഡ് എന്നോടൊത്ത് വേർബ്, ലാറ്റിൻ വേർബ് അഡ്മിനിസ്റ്ററെ. ADMINISTRARE. ഓക്കെ, STRARE. ഇനി എന്താണ്? ടു ടേക്ക് കെയർ ഫോർ or to look after people, to manage affairs. എന്താണ് ആ വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ടു serve, ചെയ്യുക, ടു serve, ടു മാനേജ്, അതൊക്കെയാണ് അഡ്മിനിസ്റ്ററെ എന്നുള്ള വേർഡിന്റെ മീനിങ് പറയുന്നത്. ടു കെയർ ഫോർ or to look after people, to manage affairs, അവരുടെ കാര്യങ്ങള് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്, അതായത് പേഷ്യൻസിന്റെ, ആളുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നോക്കുക, അവരെ ടു കെയർ ഫോർ, ടു പരിപാലിക്കുക, അല്ലെങ്കിൽ ടു സെർവ് എന്നാണെങ്കിൽ ശരിയാട്ടോ. ടു സെർവ്, SERV, ടു സെർവ്, ടു മാനേജ്, ടു മാനേജ്, ഇതൊക്കെ നമ്മൾ ആ വേർഡിന്റെ മീനിങ് ആണ്. എന്താണ്? The administration is the activities of group cooperating to fulfill common goals. ഹെർബർട്ട് എ സൈമൺ. ഇനി ഇവിടെ നമ്മൾ രണ്ട് ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അഡ്മിനിസ്റ്റർ ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർബ് അഡ്മിനിസ്റ്ററെ, ADMINISTRARE. ഓക്കെ, ഇനി അവിടെ നമ്മള് നോക്കിയേ, ഇനി രണ്ട് ഡെഫിനേഷൻ അവിടെ കൊടുത്തേക്കുന്നത്. ഡെഫിനേഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട. അപ്പൊ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഡാഷ് ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ്, അങ്ങനെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ആര് അക്കോർഡിംഗ് ടു ഡാഷ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ്, അങ്ങനെയും ചോദിക്കാം. ആര് പറഞ്ഞതാണ്? ഹെർബർട്ട് എ സൈമൺ. എന്താണ് അദ്ദേഹം അഡ്മിനിസ്ട്രേഷന് കൊടുത്ത ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കുന്നത്. എന്താ? അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്
ഇതെന്താ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്കുടെ പ്രവർത്തനം അല്ലാതെ ആർക്കടെയാണ് ആക്ടിവിറ്റി ഓഫ് ഗ്രൂപ്പ്സ്, ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനം, ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗ്രൂപ്പ് അല്ലെ, ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തനമാണ്. കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്, എന്തിനു വേണ്ടിയാ? ഒരു കോമൺ ഗോൾസ്, ഒരു പൊതുവായ ലക്ഷ്യങ്ങള് അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പൊതുവായ ഒരു ലക്ഷ്യങ്ങള് അത് ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിറവേറ്റുക. ഒരു കോമൺ ഗോൾസ്, പൊതുവായ ഒരു ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ ആരാ പറഞ്ഞത്? ഹെർബർട്ട് എ സൈമൺ. ഡെഫിനിഷൻ പഠിച്ചു വെക്കേണ്ട, ഡാഷ് പഠിക്കാം. ആ ഡെഫിനിഷൻ തരും. അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ തരുമ്പോ ആര് പറഞ്ഞതാണ് അത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഹെർബർട്ട് എ സൈമൺ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ. ഇനി അടുത്തത് ലൂതർ ഗള്ളിക്ക്. അദ്ദേഹം എന്താ പറഞ്ഞേക്കണേ? അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ് done with the fulfillment of objective already defined. എന്താ? ഇതിനകം നിർവചിച്ചിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ടത്? ഇതിനകം നിർവചിച്ചിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ലൂതർ ഗള്ളിക്ക് പറഞ്ഞേക്കുന്നത്. അഡ്മിനിസ്ട്രേഷനെ ഡാഷ് ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഓൾറെഡി ഡിഫൈൻഡ്. അങ്ങനെ ചോദിച്ചാൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കുക. ഇതിനകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ലൂതർ ഗള്ളിക്ക് പറഞ്ഞത്. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. അപ്പൊ എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണം, ഗവേണൻസ് എന്ന് വെച്ചാൽ എന്താ? ഭരണം. ഒരു ഹോസ്പിറ്റലിന്റെ ഭരണമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഡാഷ് ഇസ് ദ ഗവേണൻസ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോസ്പിറ്റലിന്റെ ഭരണം, ഹോസ്പിറ്റലിന്റെ ഭരണമാണ്, മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. Administration is made up of many healthcare managers and executives who handle individual department. ഇനി അഡ്മിനിസ്ട്രേഷനിൽ ആരൊക്കെ ഉണ്ട്? അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ധാരാളം ഹെൽത്ത് കെയർ മാനേജറും എക്സിക്യൂട്ടീവ്സും, ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സും ഹെൽത്ത് കെയർ മാനേജേഴ്സും അവര് ചേർന്നതാണ് ഏത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഭരണം എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. മാനേജേഴ്സും ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്, അതാണ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. They are in charge of all administrative and management functions of the respective department. ഇനി അപ്പോ ഈ ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും ചേർന്നതാണ്, അല്ലെങ്കിൽ അവര് ചേർന്നിട്ടാണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവർക്കുടെ ചാർജ് എന്താ? എല്ലാ ഈ ഹെൽത്ത് കെയർ മാനേജേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് എന്താ? They are in charge of all administrative, ഭരണപരമായിട്ടുള്ളതും മാനേജ്മെന്റ് ഫങ്ഷൻസും അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ഓഫ് ദർ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭരണപരമായിട്ടുള്ള എല്ലാ, അതുപോലെ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫങ്ഷൻ, അതിന്റെ ചാർജ് അതാണ് ഏതെന്ന് പറയുന്നത് ഈ എന്താ പറയാ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷനിലെ ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സിന്റെയും ചാർജ് എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫങ്ഷൻസ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കിയേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ.
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ്, ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നത് മെയ്ഡ് അപ്പ് ഓഫ് ഹെൽത്ത് കെയർ മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? ദേ ആർ ഇൻ ചാർജ് ഓഫ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫങ്ഷൻസ്. ഇനി നോക്കിയേ, ഇനി അവർക്കുള്ള ഡ്യൂട്ടീസ് എന്താ? ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്താ? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? The duties of the administrator differ with the size and complexity of the hospital. ഹോസ്പിറ്റലിന്റെ വലിപ്പം, ചിലത് ചെറിയ ഹോസ്പിറ്റൽ ആവാം അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ വലുതാവാം. ഹോസ്പിറ്റലിന്റെ വലിപ്പം, കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ സങ്കീർണത, അതിനനുസരിച്ച് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെടുന്ന പറഞ്ഞേക്കുന്നേ. എല്ലാ അഡ്മിനിസ്ട്രേറ്ററിന് ഒരേ ഇതാവണമെന്നില്ല. അത് ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിന്, കോംപ്ലക്സിറ്റി അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടി വ്യത്യാസം വരാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The duty of the administrator differ with the dash of the hospital. The size and complexity of the hospital. Size and complexity of the hospital. ഇനി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോണ്ടാക്ട് ബിറ്റ്വീൻ. ഇനി അഡ്മിനിസ്ട്രേറ്ററിന് ആരൊക്കെ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ട്? ഹോസ്പിറ്റൽ ബോർഡുകള്, അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റർ, മെഡിക്കൽ സ്റ്റാഫ്, ഇവരുമായിട്ടൊക്കെ എന്ത് കോണ്ടാക്ട് ഉണ്ട്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോണ്ടാക്ട് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ? ഹോസ്പിറ്റൽ ബോർഡ്, അതർ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. They organize hospital activities and prepare its overall policy. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റർമാരെ എന്താ ചെയ്യുന്നേ? ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർഗനൈസ് ചെയ്യുക, എന്നുവെച്ചാ സംഘടിപ്പിക്കുക. ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള്, അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ. അത് പ്രിപ്പയർ, അതുകൂടാതെ എന്ത് ചെയ്യണം? തയ്യാറാക്കണം, പ്രിപ്പയർ ചെയ്യണം. ഇറ്റ്സ് ഓവറോൾ പോളിസീസ്, ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പോളിസികൾ പ്രിപ്പയർ ചെയ്യുക. ഹോസ്പിറ്റലിലെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷ് ഓർഗനൈസ് ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ്സ് ഓവറോൾ പോളിസി. ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇനി നോക്കിയേ, സം അഡ്മിനിസ്ട്രേറ്റർ ആർ ഇൻ ചാർജ് ഓഫ് ഹയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്, ക്യാരി ഔട്ട് എംപ്ലോയി ഇവാലുവേഷൻ ആൻഡ് ഡയറക്ടിംഗ് സ്റ്റാഫ് മീറ്റിംഗ്. ഇനി ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഡോക്ടേഴ്സിനെ നിയമിക്കുക, അല്ലെ? നോക്കിയേ, some administrators are in charge of hiring. Hire ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക. ഡോക്ടേഴ്സിനെ നിയമിക്കാൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും ഡോക്ടേഴ്സിനെ നിയമിക്കാനുള്ള ചാർജ്. ആൻഡ് അതർ സ്റ്റാഫ്, മറ്റുള്ള സ്റ്റാഫുകളൊക്കെ ഹയർ ചെയ്യുക, നിയമിക്കുക. ഹയറിംഗ്, നിയമിക്കുക. ക്യാരി ഔട്ട് എംപ്ലോയി ഇവാലുവേഷൻ, എംപ്ലോയീസിന്റെ, അവിടുത്തെ സ്റ്റാഫിന്റെ ഇവാലുവേഷൻ നടപ്പിലാക്കുക. ആൻഡ് ഡയറക്ടിംഗ് സ്റ്റാഫ് മീറ്റിംഗ്, സ്റ്റാഫ് മീറ്റിംഗുകൾ നിയന്ത്രിക്കുക, ഡയറക്ട് ചെയ്യുക, നയിക്കുക. സ്റ്റാഫ് മീറ്റിംഗുകൾ നയിക്കുക. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഹയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്, ക്യാരി ഔട്ട് എംപ്ലോയി ഇവാലുവേഷൻ, ഡയറക്ടിംഗ് സ്റ്റാഫ് മീറ്റിംഗ്. ഇത് മൂന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ. Some administrators are in charge of hiring doctors and other staff, carry out employee evaluation and directing staff meetings. Staff meetingുകൾ ഡയറക്ട് ചെയ്യുക, നിയന്ത്രിക്കുക. ഇനി നോക്കിയേ, they may also be accountable for the hospital public relation and fundraising program. ഇനി എന്തുണ്ട്? They may also be accountable. എന്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്? ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ, ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, ഫണ്ടുകൾ ഉയർത്തുന്ന ഫണ്ട് റേസിംഗ് പ്രോഗ്രാമുകൾ, ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ, ഇതിനൊക്കെ ഉള്ള ഉത്തരവാദിത്തമുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റൽ ഓവറോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അഡ്മിനിസ്ട്രേറ്റർമാർ ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞത് എന്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്? They may be also accountable for hospital public relation and fundraising program. ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. Then, since the administrator develop program for teaching and research hospital, they have to keep up with the latest advance in medicine.
ഓക്കെ. ഇനി അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർമാര് ടീച്ചിങ് റിസർച്ച് ഹോസ്പിറ്റൽസ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളെ വികസിപ്പിക്കുന്നതിനും പിന്നെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മെഡിസിനിലെ പുതിയ മുന്നേറ്റങ്ങള് അതേക്കുറിച്ചും അവർക്ക് എന്താ അത് സൂക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് അവര് മനസ്സിലാക്കണം. പുതിയ പുതിയ അഡ്വാൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റർ കീപ്പ് ചെയ്യണം. ഒരു മെഡിസിനിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങള് അവര് നിലനിർത്തേണ്ടതുണ്ട്. ടീച്ചിങ് റിസർച്ച് ഹോസ്പിറ്റൽസ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക. പിന്നെ മെഡിസിനിലുള്ള പുതിയ മുന്നേറ്റങ്ങൾ, ലേറ്റസ്റ്റ് അഡ്വാൻസ് അത് അവര് നിലനിർത്തേണ്ടതുണ്ട്. അത്രയാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. അഡ്വാൻസ്. ഇനി അടുത്ത് നോക്കിയേ, മെഡിസിനിൽ എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ എന്നൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് അത് ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അവർക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൂടി അവര് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി നോക്കിയേ, ലാർജ് ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ മാനേജിംഗ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. The one administrator is in charge overall. ഇനി വലിയ ഹോസ്പിറ്റലിലാണെങ്കിൽ ഉണ്ടല്ലോ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. കുറെ അഡ്മിനിസ്ട്രേറ്റർമാരും അവരുടെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററുണ്ട് മാരുണ്ട്. മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. വലിയ ഹോസ്പിറ്റലാകുമ്പോൾ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കുറെ അഡ്മിനിസ്ട്രേറ്റർമാരും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററും ഉണ്ട്. അവരിപ്പോ ഒരാളും കൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കൊന്നും നടക്കൂല, അല്ലെ? അതുകൊണ്ട് കുറെ ഹോസ്പിറ്റൽ വലുതാണ്, അതിനനുസരിച്ച് കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെ, ശരിയാ. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വലിയ ഹോസ്പിറ്റൽസിൽ നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് വരില്ല, അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യണം, കുറെ അഡ്മിനിസ്ട്രേറ്റർമാരെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടി? മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് വിത്ത് വൺ എന്നിട്ട് അതിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് എന്ത് ചെയ്യുമെന്ന് അറിയോ? ഈസ് ഇൻചാർജ് ഓവറോൾ. മൊത്തത്തില് ഇൻചാർജ് കൊടുക്കും. അപ്പൊ എല്ലാവരെയും മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റർമാരെയും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരെയൊക്കെ മാനേജ് ചെയ്യണ്ടേ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇൻചാർജ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ പോസ്റ്റ് ചെയ്യും. When one administrator is in charge overall. In smaller hospital, ഇനി അപ്പൊ ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിലോ one administrator may be in charge of a number of departments or even of the entire hospital. ഇനി ഒരു ചെറിയ ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ മതി. ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും പല ഡിപ്പാർട്ട്മെന്റിന്റെയും കാര്യങ്ങള് നോക്കുന്നത്, ഇൻചാർജ് എന്ന് പറയുന്നത്. അല്ലെങ്കിലോ ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവുള്ളൂ. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് മതി, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിലോ ഹോസ്പിറ്റൽ തന്നെ മാനേജ് ചെയ്യാൻ, എന്റെ ഹോസ്പിറ്റല് മൊത്തം ഹോസ്പിറ്റൽ മുഴുവൻ മാനേജ് ചെയ്യാൻ ഒരു അഡ്മിനിസ്ട്രേറ്റർ മതിയാവും. ഇൻ ദിസ് കേസ് ഫോർ എക്സാമ്പിൾ ക്ലിനിക്സ് പോലെ, ശരിയാ. In this case, for example, the administrator may assess the budget for these departments and give final approval to hiring recommendation. എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള കേസില് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ് the administrator may assess the budget. ബഡ്ജറ്റുകൾ അസസ് ചെയ്യുക, വിലയിരുത്തുകയും അതുപോലെ give the final approval to hiring recommendation. അപ്പൊ സ്റ്റാഫിനെ ഒക്കെ ഹയർ ചെയ്യണ്ടേ, ആ നിയമന ശുപാർശയ്ക്ക് ഫൈനൽ അപ്രൂവൽ നൽകുകയും ചെയ്യുക. അത് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. പല ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ നിയന്ത്രിക്കുന്നതും അസസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹയറിംഗ് നിയമന ശുപാർശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ അപ്രൂവല് നൽകുന്നതും. ഓക്കെ. അപ്പൊ അതിനകത്ത് നിങ്ങളെ ലാർജ് ഹോസ്പിറ്റലിൽ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇനി അത് സ്മോളർ ഹോസ്പിറ്റലിൽ വൺ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഇൻചാർജ് വരുന്നത്. നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെയും അല്ലെങ്കിൽ എന്റെ ഹോസ്പിറ്റലിന്റെ മുഴുവനും ഇൻചാർജ് വരുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക, വായിച്ചു വെക്കുക.
ഇനി അടുത്തതാണ് ഇലമെന്റ്സ് ആണ്. ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ്കോപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ നിന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷന്റെ ഇലമെന്റ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ ഇലമെന്റ്സിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ് ഏത് പോസ്റ്റ്കോപ്പ് എന്നുള്ളത്. POST CORP. അതിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇൻ പോസ്റ്റ്കോപ്പ് P stands for dash. In postcopes S stands for dash. അങ്ങനെ നമ്മൾ ഓരോ ലെറ്റേഴ്സും എന്താണ് സൂചിപ്പിക്കുന്നത്, പോസ്റ്റ്കോപ്പിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു, അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, പി എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്ലാനിങ്, ആസൂത്രണം. ഓക്കെ, പ്ലാനിങ്. അത് ഓ എന്ന് പറയുന്നത് പോസ്റ്റ്കോപ്പിലെ ഓ, ഓർഗനൈസിങ്. അടുത്തത് എസ് സ്റ്റാഫിങ്, ഡി ഡയറക്റ്റിംഗ്, സി കോർഡിനേറ്റിംഗ്, ആർ റിപ്പോർട്ടിംഗ്, അടുത്തത് ബി എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് ആണ്. ഓരോന്നും ഡീറ്റെയിൽ നോക്കട്ടെ നമുക്ക്. ഒന്നാമത്തെയാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ? വൈകുന്നേരം ഒന്നിനും ഷോപ്പിങ്ങിന് പോകാം, നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെ? അല്ലെങ്കിൽ വൈകുന്നേരം നമുക്കൊരു മൂവി കാണാൻ പോകാം, സിനിമയ്ക്ക് പോകാം, നമ്മൾ അത് പ്ലാൻ ചെയ്തു. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആസൂത്രണം, ഒരു പ്ലാനിങ്. അല്ല നമ്മൾ ചുമ്മാ നമുക്ക് അപ്പൊ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാണോ ചെയ്യണേ? എന്തിനും നമുക്കൊരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ ആണെങ്കിൽ നമ്മൾ തോന്നിയാൽ ചെലവാക്കുകയാണ് ചെയ്യണേ. നമുക്കൊരു പ്ലാനിങ് ഉണ്ട്, ഇത്ര രൂപ ഇതിന്. നമ്മള് പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിൽ ഒരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയല്ലേ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണേ. ഹസ്ബൻഡ് പൈസയൊക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ അതിന് തരാറില്ലേ? അങ്ങനെ കഴിയുമ്പോ അവരായിരിക്കൂല, ചിലപ്പോ അവര് പണിത പൈസ കൊണ്ട് തരേ ഉണ്ടാവുള്ളൂ. വീട്ടിലെ കാര്യങ്ങൾ ഓവറോൾ മാനേജ് ചെയ്യുന്നത് അല്ലെ വൈഫായിരിക്കും. അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങൾക്കും വളരെ പ്ലാൻ ചെയ്തിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ആദ്യം തന്നെ കൊടുത്തേക്കുന്നത്. പോസ്റ്റ്കോപ്പിലെ ഫസ്റ്റ് ലെറ്റർ ആണ് പി എന്ന് പറയുന്ന പ്ലാനിങ് ആണ്. എന്താന്ന് നോക്കി, പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി നീഡഡ് ടു ഗെയിൻ എ ഡിസൈഡ് ഗോൾ. എന്താ? നമ്മള് ഡിസൈഡ് ഗോൾ, ആഗ്രഹിച്ച ലക്ഷ്യം. നമ്മളൊരു ആഗ്രഹിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ്സാണ് അല്ലെ എന്തെന്ന് പറയുന്ന പ്ലാനിങ്. ഈസ് പ്രോസസ് ഓഫ് തിങ്കിങ്. നമ്മൾ ചിന്തിക്കാം, വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകണം, ആരുടെ കൂടെ പോകണം, അല്ലെങ്കിൽ ഏത് ഫ്രണ്ടിനെ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ പോകണം, അങ്ങനെയൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ ഏത് സിനിമയ്ക്ക്, ഏത് മൂവി, ഏത് സിനിമ കാണണം അല്ലെ, ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കും. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി. അത് നമ്മൾ ചെയ്യാൻ പോണ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യമാണ്. എന്തിനു വേണ്ടി? അതെ, ഡ്രസ്സ് വാങ്ങണം, നമ്മളത് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കാം. ആരോട് പോണെ, ഏത് ഡ്രസ്സ് വാങ്ങണം, ഏത് കളർ വാങ്ങണം, എത്ര റേറ്റിലുള്ളത് വേണം, ഇതൊക്കെ നമ്മള് അല്ലെ, അതായത് നമ്മൾ ചെയ്യുന്നതിനേക്കായി മുന്നേ തന്നെ ആലോചിക്കും. ഓക്കെ, വെരി ഗുഡ്. അത് തന്നെയാണ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. നമ്മൾ ചെയ്യുന്നതിനേക്കായി മുന്നേ ആലോചിക്കുന്നു, അതാണ് ആ പറഞ്ഞേക്കുന്നത്. പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി. നമ്മുടെ പ്രവർത്തനം അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്തിനു വേണ്ടി? നീഡ് ടു ഗെയിൻ എ ഡിസൈഡ് ഗോൾ. നമുക്ക് ആഗ്രഹിച്ച ലക്ഷ്യം കൈവരിക്കണം. ആ ലക്ഷ്യം, നമുക്ക് സിനിമ കാണണം, അതാ ലക്ഷ്യം. അത് പൂർത്തീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതാണ് പ്ലാനിങ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തതാട്ടോ. Dash is the process of thinking about the activity needed to gain a desired goal. ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ്സാണ് പ്ലാനിങ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. It is the first and foremost activity to attain the desired result. ആഗ്രഹിച്ച റിസൾട്ട് അത് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി, ആദ്യത്തേതും ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രവർത്തനമാണ് ഇത് പ്ലാനിങ്. Dash is the first and foremost activity to attain the desired goal. എന്തെഴുതും? പ്ലാനിങ്. ആദ്യത്തെ കാര്യല്ലേ? ആദ്യം നമ്മൾ പ്ലാനിങ് ആണ്. നമുക്ക് എന്ത് കാര്യം ചെയ്യുന്നതിനും ആദ്യത്തെ സ്റ്റെപ്പാണ്. ഏറ്റവും ആദ്യത്തേതും ഏറ്റവും ഫോർമോസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പ്രവർത്തനമാണ് പ്ലാനിങ്. 3 ക്വസ്റ്റ്യൻ അവിടെ പ്രതീക്ഷിക്കാം.
സ്കോപ്പിലെ പി എന്താണെന്ന് സൂചിപ്പിക്കാൻ പിന്നെ ആ 2 സെന്റൻസും അവിടെ ഡാഷ് ഇട്ട് തരാം. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയത്? പ്ലാനിങ് 3 ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കണം അവിടെ. ഇനി രണ്ടാമത്തെയാണ് ഓർഗനൈസിങ്. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംഘടിപ്പിക്കണം. ഇനി അതിന് നമ്മൾ എന്താ പറയാ? ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ രൂപീകരിക്കുക. ഇപ്പൊ നമ്മള് സിനിമ കാണാൻ പോണെന്ന് നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ വെച്ചു. ഇനി അതിന് സിനിമ കാണാൻ പോണെങ്കിൽ ഒരു ഫ്രണ്ടിനെ നമ്മൾ ആദ്യം ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല. കൂടെ ആരാന്നുള്ളത് നമ്മളത് വിളിച്ചൊക്കെ ചോദിക്കണം. വൈകുന്നേരം ഒരു മൂവിക്ക് പോവാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നമ്മളതൊന്ന് സംഘടിപ്പിക്കണം. അല്ലെങ്കിൽ വരുമ്പോ നീ നിന്റെ 2 വീലറും കൊണ്ട് വരണം കേട്ടോ, നമുക്കത് 2 വീലറിന് പോകാം. നമ്മൾ ആ കാര്യം സംഘടിപ്പിച്ചു വെക്കും. പിന്നെ അതുപോലെ പൈസ സംഘടിപ്പിച്ചു വെക്കും. ഇതൊക്കെ ഒരു വലിയ പ്ലാനിങ്. അത് കഴിഞ്ഞ് നമ്മൾ അത് ഓർഗനൈസ് ചെയ്യണം. വെറുതെ പ്ലാൻ ചെയ്ത് വെച്ചാൽ പോരാ, അത് നടപ്പിലാക്കാനായിട്ട് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നു. അതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസിംഗ് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് എ ഫേംസ് റിസോഴ്സസ് ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് ഇറ്റ്സ് പ്ലാൻ. എന്താ? ഒരു സ്ഥാപനത്തിന്റെ, സ്ഥാപനം, ഒരു സ്ഥാപനത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ റിസോഴ്സുകള് ഏകോപിപ്പിക്കുകയും അതിനെ അനുവദിക്കുകയും ചെയ്യുന്നു. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓർഗനൈസിംഗ് സംഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ആ പ്ലാൻ നടപ്പിലാക്കാനാണ് അല്ലെ. അതിന് വേണ്ട കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നു, അതിന് വേണ്ട റിസോഴ്സുകൾ സംഘടിപ്പിക്കുന്നു, അത് അനുവദിക്കുന്നു, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. അതാണ് ഓർഗനൈസിംഗ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇതിനകത്ത് എന്തൊക്കെയാ ഉൾപ്പെടുന്ന ഓർഗനൈസിംഗിൽ? ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ, പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം. അല്ലെ, ആ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിലെ ആളുകള്, സ്ഥാപനങ്ങള്, വകുപ്പുകള്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായിട്ട് ഒരു ഘടന വികസിപ്പിക്കുന്നത് ഇതില് ഉൾപ്പെടുന്നു. ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ, ഒരു ഘടന വികസിപ്പിക്കുകയാണ്. അത് ഫോർ എന്തിനു വേണ്ടി? ആളുകളെ വേണ്ടി. പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റ്, ആക്ടിവിറ്റി, പ്രവർത്തനങ്ങള്. അതാണ് ഇതെന്ന് പറയുന്നത് ഓർഗനൈസിംഗ്. ഇതുപോലെ 3 സെന്റൻസ് നോട്ട് ചെയ്യുക. പോസ്കോപ്പിലെ എന്തിനെ സൂചിപ്പിക്കുന്നു? ഡാഷ് കൺസിസ്റ്റ് ഓഫ് എന്നുള്ളത് ആ സെന്റൻസും, രണ്ടാമത്തെ ഡാഷ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ. അങ്ങനെ ചോദിച്ചാലും ഓർഗനൈസിംഗ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. പോസ്കോപ്പിലെ എസ് എന്ന് പറഞ്ഞ ലെറ്റർ സ്റ്റാഫിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ with the appropriate qualification or experience and recruit them to fill a job position or role. Staffing is the process of finding the right worker. ശരിയായ വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്, അതാണ് സ്റ്റാഫിംഗ്. അതെങ്ങനെയാ? ഇപ്പൊ ഏത് ജോലിയാണെങ്കിലും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെ കണ്ടെത്തുന്നു. ആൻഡ് റിക്രൂട്ടിംഗ് ദം ടു ഫിൽ ദ ജോബ് പൊസിഷൻ ഓർ റോൾ. ആ ഒരു ജോബ് പൊസിഷൻ നമ്മളെ ഫിൽ ചെയ്യാൻ, അത് നികത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ റോള് നികത്തുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഏതാണോ പോസ്റ്റ് എന്ന് വെച്ചാൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നു. കണ്ടെത്തി നിയമിക്കുന്ന പ്രോസസ്, റിക്രൂട്ട് ചെയ്യുന്ന, അതാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. കണ്ടെത്തി ആ ജോലിയിലെ റോൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് അവരെ റിക്രൂട്ട് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ്. Dash is the process of finding the right worker. അത്രയും കാണുമ്പോ തന്നെ അറിയില്ലേ? ശരിയായ വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്, അവരെ റിക്രൂട്ട് ചെയ്യുന്നു, അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ്. ഇനി അടുത്തതാണ് പോസ്കോപ്പിലെ ഡി എന്ന് പറയുന്നത്. ഡി എന്താണ്? ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റ് ചെയ്യുക. Directing is the process in which the managers direct, guide and oversee the performance of the worker to attain the goals already determined. ഓൾറെഡി ഇതിന് നിർണയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങള് അത് കൈവരിക്കുന്നതിന് വേണ്ടി, ആ ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ മാനേജേഴ്സ് സ്റ്റാഫിനെ, വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ ഗൈഡ് ചെയ്യുന്നു,
ഓവർസീസ് മേൽനോട്ടം വഹിക്കുന്നു, അവരെ ഡയറക്റ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം. Dash is the process in which the managers direct, guide and oversee the performance of the workers. എന്തിനാ വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ ഓവർസീസ് ചെയ്യുന്ന ടു അറ്റൈൻ ദ ഗോൾസ് ഓൾറെഡി ഡിറ്റർമിൻഡ്. ഇതിനകം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങള് അത് അറ്റൈൻ ചെയ്യാൻ ഈ വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ ഗൈഡ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, ഓവർസീസ് ചെയ്യുന്നു. അതിനെയാണ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റിംഗ്. 2 ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം കേട്ടോ. പിന്നെ അടുത്ത് നോക്കിയേ, ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. ഒരു മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹൃദയം എന്ന് പറയുന്നത്, ഹാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ്. അതും അണ്ടർലൈൻ ചെയ്തു, ഇമ്പോർട്ടന്റ് ആട്ടോ. ആ ഹാർട്ട് എന്ന് പറയുന്നത് ആരാ? ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. മാനേജ്മെന്റ് ഒരു പ്രോസസ്സിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. Directing should be the heart of the management process. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ പോസ്കോബ്, എലിമെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഏതൊക്കെയാണ് എലിമെന്റ്സ്? പോസ്കോബ് എന്ന് നമ്മൾ ഷോർട്ട് ചെയ്ത് പറഞ്ഞു. അബ്രിവേറ്റഡ് ഫോം നമ്മൾ പറഞ്ഞു. ഏതാണ്? പോസ്കോബ് ആണ്. അതിൽ ഓരോ ലെറ്റേഴ്സും നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പ്ലാനിങ്, O എന്ന് പറഞ്ഞ ഓർഗനൈസിങ്, S എന്ന് പറഞ്ഞ സ്റ്റാഫിങ്, D ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് വരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം, തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി, ആ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ്സ്. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക, അലോക്കേറ്റ് ചെയ്യുക. ആ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ട കാര്യങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്ന പ്രോസസ്സ് ഓർഗനൈസിങ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയായിട്ടുള്ള ആ പൊസിഷൻ റോള് ഫില്ല് ചെയ്യാനായിട്ട് ശരിയായ യോഗ്യതയുള്ള, എക്സ്പീരിയൻസ് ഉള്ള ശരിയായ വർക്കേഴ്സിനെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ പ്രോസസ് വിച്ച് മാനേജർമാരെന്താ അവരെ നിയമിച്ചു വെച്ചാൽ പോരാ. എന്ത് ചെയ്യുന്നു? അവരെ എന്ത് ചെയ്യുന്നു? വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ ഗൈഡ് ചെയ്യുന്നു, ഓവർസീസ് മേൽനോട്ടം വഹിക്കുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. ആ പ്രോസസ് ആണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹൃദയമാണ്, ഹാർട്ടാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആദ്യത്തേക്ക് നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, പിന്നെ ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.